ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഇത് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അവർ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യും. ആ അപ്ലിക്കേഷൻ ഫോമിനോട് കൂടി അവർ അപ്ലിക്കേഷൻ മണിയും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് അലോട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അത് ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഒരു പ്രോസസ്സാണ്. ആപ്ലിക്കേഷൻ ആരുടെ ഭാഗത്തു നിന്നുള്ള ഓഫറാണ്? പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫറാണ്. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ആക്സെപ്റ്റൻസ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ലീഗൽ പ്രൊവിഷനും അതുപോലെ അതിൻ്റെ പ്രൊസീജിയർ, നമ്മളിങ്ങനെ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്. സെക്രട്ടറീസ് ഡ്യൂട്ടി ഇൻ കണക്ഷൻ വിത്ത് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറിക്ക് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഒരു ആക്സെപ്റ്റൻസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അലോട്ട്മെൻറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ആക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് കമ്പനി സെക്രട്ടറിക്ക് വരിക? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. He should see that statutory conditions for application, issue and allotment are complied with. നമ്മൾ ഇങ്ങനെ അപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻ, അതുപോലെ അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. അതായത് നിയമവശങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയല്ലേ നമ്മൾ ഈ പ്രോസസ്സൊക്കെ അലോട്ട്മെൻറ്റ് ആയാലും ശരി, അപ്ലിക്കേഷൻ ആയാലും ശരി, ഇഷ്യൂ ആയാലും ശരി, എല്ലാം നിയമത്തിൻ്റെ സൈഡിലെല്ലാം ക്ലിയർ അല്ലേ എന്ന് നമ്മൾ കൃത്യമായിട്ട് എൻഷുർ നടത്തണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കാരണം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷേ ഫ്യൂച്ചറിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എല്ലാ നിയമവശങ്ങളും, എല്ലാ നിയമപ്രകാരം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് തന്നെയല്ലേ നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. Then scrutinize and sort out the application. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ നമ്മൾ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ നമുക്ക് പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് കിട്ടും. അതൊക്കെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത്, നമ്മൾ പ്രൊസീജിയറിൽ പഠിച്ചു തന്നെയാണ്, സ്ക്രൂട്ടനൈസ് ചെയ്ത് അതൊന്ന് സോർട്ട് ചെയ്ത് വെക്കണം. Number the application serially and enter the details of the application in the allotment sheet. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തന്നെയാണ്. ഓരോ അപ്ലിക്കേഷനും നമ്മൾ നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പെട്ടെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഈ സ്ക്രൂട്ടനൈസ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ, ഓരോ അപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഏത് ഷീറ്റിലേക്ക് മാറ്റണം? അലോട്ട്മെൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഓരോ അപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? അലോട്ട്മെൻറ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. He should consult with the stock exchange and obtain instructions. നമുക്ക് പിന്നെ ആളെന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെന്നുള്ളൊരു കൺഫർമേഷൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം. In the case of oversubscription, a subcommittee of directors is appointed to consider and report on the method or the basis to be adopted for the allotment of shares. നമുക്കിപ്പോൾ ബൈ ചാൻസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നെന്ന് വിചാരിക്കാം. നമുക്കറിയാം എന്താ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന്. നമ്മൾ അപേക്ഷിച്ചതിനേക്കാൾ, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് വരികയാണ്? അപ്ലിക്കേഷൻ ഫോം വരികയാണ്. നമ്മൾ മുമ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനത്തെ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് 10,000 ഷെയർസേ ആവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അപ്ലിക്കേഷൻ ചിലപ്പോൾ 12,000 ഷെയർസിന് വന്നിട്ടുണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു സബ് കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്യണം. അതിൽ ആരൊക്കെ? ഡയറക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത് ഡീൽ ചെയ്യാം? നമുക്ക് എന്തായാലും 10,000, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ആകെ ആവശ്യം 10,000 അപ്ലിക്കേഷൻ ഫോം ആണ്, പക്ഷെ നമുക്ക് 12,000 വന്നിട്ടുണ്ട്. ആ എക്സസ് ആയ 2,000 എങ്ങനെ ഡീൽ ചെയ്യണം? റിട്ടേൺ കൊടുക്കണോ, അല്ലെങ്കിൽ പ്രോറാട്ട അലോട്ട്മെന്റ് കൊടുക്കണോ? അതൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതിലേത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് അവരെ തീരുമാനിക്കേണ്ടതായിട്ട് വരും. He should arrange for the dispatch of allotment letters and letters of regret to the parties concerned.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് ലെറ്റേഴ്സ് ഒന്നല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്ത എല്ലാവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ എന്ത് അയക്കണം? അലോട്ട്മെന്റ് ലെറ്റർ അയക്കണം. കാരണം അവർ അപ്ലൈ ചെയ്ത ഷെയർ അവർക്ക് കിട്ടിയെന്ന് അവർക്കൊരു ഉറപ്പ് കിട്ടണം. അത് എന്തിലൂടെ കിട്ടുള്ളൂ? ഈ അലോട്ട്മെന്റ് ലെറ്ററിൽ കൂടെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആരുടെയൊക്കെയാണോ അപ്ലിക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്തത്, അതായത് ആരുടെയൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയത്, അവർക്ക് എല്ലാവർക്കും എന്തയക്കണം? അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അയക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഓവർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആർക്കൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് അവർക്ക് എന്ത് ലെറ്റർ അയക്കണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് പ്രൊസീജിയറിൽ. ആ ലെറ്റർ ഓഫ് റിഗ്രറ്റ് അയക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ കമ്പനി സെക്രട്ടറിയുടെ തന്നെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആർക്കൊക്കെയാണ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടിയത് അവർക്കൊക്കെ അലോട്ട്മെന്റ് ലെറ്ററും, അതുപോലെ ആർക്കൊക്കെയാണ് കിട്ടാത്തത് അവർക്കൊക്കെ ലെറ്റർ ഓഫ് റിഗ്രറ്റും അയക്കണം. അതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇനി 2-3 പോയിന്റ് കൂടി അടുത്ത സ്ലൈഡിലാണ്. അപ്പൊ ഇതിൽ പറഞ്ഞത് നമ്മളെല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലേ നോക്കണം. പിന്നെ എല്ലാ ആപ്ലിക്കേഷൻ ഫോമും സ്ക്രൂട്ടനൈസ് ചെയ്യുക, നമ്പർ കൊടുക്കുക, അലോട്ട്മെന്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് കൺസൾട്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സബ് കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തിട്ട് ഏത് മെത്തേഡിൽ കൂടെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം എടുക്കുക. അതുപോലെ അലോട്ട്മെന്റ് ലെറ്ററും അതുപോലെ ലെറ്റർ ഓഫ് റിഗ്രറ്റും ആർക്കൊക്കെയാണ് അയക്കേണ്ടത് അവർക്കൊക്കെ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കാം. Next duty is he should make arrangements with the bank for collecting allotment money. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ വഴിയൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ വഴി കിട്ടുന്ന ക്യാഷ് നമുക്ക് നമ്മുടെ ബാങ്കിലേക്കോ റെഡി ക്യാഷ് ആയിട്ട് നമ്മുടെ കമ്പനിയിലേക്കോ റെഡി ക്യാഷ് ആയിട്ടൊന്നും സ്വീകരിക്കാനായിട്ട് പാടില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? സെക്രട്ടറിയാണ്. അതിനായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അത് കഴിഞ്ഞ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കലൊക്കെ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതോടെ പറഞ്ഞിരിക്കുന്നത് he should make arrangements with the bank for collecting the allotment money. He should make necessary arrangements for splitting the allotment. അതുപോലെ അലോട്ട്മെന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് അലോട്ട്മെന്റ് മണി ആയിട്ട് ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ അങ്ങനെ ഒറ്റയടിക്ക് സപ്പോസ് 10 രൂപയാണ് ഫേസ് വാല്യൂ, അപ്ലിക്കേഷന്റെ കൂടെ 2 രൂപ തന്നു, ബാക്കി കഴിഞ്ഞാൽ അവർ 8 രൂപ തരാനുണ്ട്. അത് ഒറ്റയടിക്ക് 8 രൂപയായിട്ട് നമ്മൾ മേടിക്കില്ല. അതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. എത്ര രൂപയാണ് അലോട്ട്മെന്റ് വഴിക്ക് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ഫസ്റ്റ് കോൾ ആയിട്ട് അടയ്ക്കേണ്ടത്, എത്ര രൂപയാണ് സെക്കൻഡ് കോൾ ആയിട്ട് അടയ്ക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആര് തന്നെയാണ്? ഈ സെക്രട്ടറി തന്നെയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. he should make necessary arrangements for splitting the allotment. He should make necessary entries in the register of members and take steps to issue the share certificates. നമ്മൾ നേരത്തെ കിട്ടിയ എല്ലാ അപ്ലിക്കേഷൻ ഫോമും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്തു? അലോട്ട്മെന്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് ഷെയർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാവരും പേര് വെച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? അലോട്ട്മെന്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും എന്ത് കൊടുക്കണമെന്നില്ല? ഷെയർസ് കൊടുക്കണമെന്നില്ല. അപ്പൊ ഈ അപ്ലൈ ചെയ്ത ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്ലൈ ചെയ്ത എല്ലാവർക്കും നമ്മൾ ഷെയർ കൊടുക്കില്ല. അവരിൽ നിന്ന് കുറച്ച് പേര് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആർക്കൊക്കെയാണ് നമ്മൾ റിയൽ ആയിട്ട് അലോട്ട്മെന്റ് നടത്തിയത് അവരൊക്കെ വെച്ചിട്ട് എന്തൊരു രജിസ്റ്റർ ഉണ്ടാക്കണം? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അവരാണ് ഇനി നമ്മുടെ ശരിക്കുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10,000 വേണ്ടോടത്ത് 12,000 നമുക്ക് അപ്ലിക്കേഷൻ കിട്ടി. അപ്പൊ നമ്മൾ ഡെലിബറേറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ 2,000 പേരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അലോട്ട്മെന്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ 12,000 മെമ്പേഴ്സിന്റെയും പേരടക്കമുള്ള ഷീറ്റാണ് ഉണ്ടാക്കുക. കാരണം ആരൊക്കെയാണോ അപ്ലൈ ചെയ്ത് അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ അലോട്ട്മെന്റ് ഷീറ്റ് ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 2,000 പേരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അവർക്ക് ലെറ്റർ ഓഫ് റിഗ്രറ്റ് അയച്ചിട്ടുണ്ടാവും. 10,000 മെമ്പേഴ്സിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അലോട്ട്മെന്റ് ലെറ്ററും അയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആരൊക്കെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഈ 10,000 മെമ്പേഴ്സിനെ മാത്രം ഉൾക്കൊള്ളിപ്പിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കണം? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ സെക്രട്ടറിക്കാണ്. then take steps to issue share certificate. അതുപോലെ തന്നെ നമ്മൾ ആർക്കൊക്കെയാണ് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തത് അവർക്കൊക്കെ ഇനി ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കി വെക്കുക. ആർക്കൊക്കെയാണ് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയിരിക്കുന്നത് ആ അലോട്ട്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തും കൂടി ഇഷ്യൂ ചെയ്യണം? അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൂടി ഇഷ്യൂ ചെയ്യണം. അതും ഈ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഫയൽ എ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് വിത്ത് ദി രജിസ്ട്രാർ. ആർക്കൊക്കെയാണ് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയത്
അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക്. കാരണം രജിസ്ട്രാർ അറിയിക്കണം നമ്മൾ ആർക്കൊക്കെയാണ് ഷെയർസ്, ഇത്ര അപ്ലിക്കേഷൻസ് കിട്ടി, അതിൽ ഇത്ര പേർക്കാണ് നമ്മുടെ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ആരറിയിക്കണം, രജിസ്ട്രാറെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയ്ക്ക് ഡ്യൂട്ടീസ് ആണുള്ളത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ നോക്കിയത് ബാങ്ക് അപ്ലിക്കേഷൻ ഫോം ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ബാങ്കിന് അറേഞ്ച്മെന്റ്സ് നടത്തണം. അതുപോലെ അലോട്ട്മെന്റ് സ്പ്ലിറ്റ് ചെയ്യണം. എത്ര അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ എത്രയൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. ദെൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും ഉണ്ടാക്കണം. അതുപോലെ നമ്മൾ അലോട്ട്മെന്റ് നടത്തിയ എല്ലാവർക്കും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആർക്കൊക്കെയാണ് നമ്മൾ ഷെയർ അലോട്ട്മെന്റ് കൊടുത്തത് എന്നുള്ളൊരു ഫയല് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി അവിടെ കൊടുക്കും വേണം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറി എന്ന രീതിയിൽ അലോട്ട്മെന്റ് നടത്തുമ്പോൾ, ഷെയർ അലോട്ട്മെന്റ് നടത്തുമ്പോൾ ആൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇറഗുലർ അലോട്ട്മെന്റ്. നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതാണ് ഇറഗുലർ അലോട്ട്മെന്റ്. An allotment of shares by a company is said to be irregular if the issue was made by not complying with the statutory provisions of the Act. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അലോട്ട്മെന്റ് നടത്തുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ, ജനറൽ പ്രൊവിഷൻസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കംപ്ലൈ ചെയ്തിട്ടല്ല നമ്മൾ അലോട്ട്മെന്റ് നടത്തിയെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ അലോട്ട്മെന്റ്. ഒന്നുകൂടി വായിച്ചു നോക്കാം. എ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ബൈ എ കമ്പനി ഈസ് സെഡ് ടു ബി ഇറഗുലർ if the issue was made by not complying the statutory provisions of the Act. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാണ്ട് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഒന്നും ഫോളോ ചെയ്യാണ്ടാണ് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ അലോട്ട്മെന്റ്. മനസ്സിലായില്ലേ? നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അനുസരിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ജനറൽ പ്രൊവിഷനും ആയാലും ശരി, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും ആയാലും ശരി, ഒന്നും നോക്കാണ്ടാണ് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ അലോട്ട്മെന്റ്. ദി ഫോളോയിങ് ആർ ദി റീസൺ. അങ്ങനെ ഇറഗുലർ അലോട്ട്മെന്റ് നടത്താനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദി കമ്പനി ഫെയിൽഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. ചിലപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ, അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട്, അപ്പം നിർബന്ധമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ആ പ്രോസ്പെക്ടസിലാണ് ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതിന്റെ മെത്തേഡ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവും, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറും. The amount of minimum subscription was not received. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താന്ന്. പ്രിലിമിനറി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ആ ഇഷ്യൂ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതും വേണമെങ്കിൽ ഇറഗുലർ അലോട്ട്മെന്റ് റീസൺ ആയിട്ട് മാറാം. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. The application money received was not deposited in a scheduled bank. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്ലിക്കേഷൻ മണിയൊക്കെ നേരിട്ടിട്ട് മേടിക്കാനായിട്ട് പാടില്ല, ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനായിട്ട് പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അതെന്തായിട്ട് മാറും. കാരണം അത് നിർബന്ധമുള്ള കാര്യമാണ്. കമ്പനി നേരിട്ടിട്ട് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിലേക്ക് മാത്രമേ നമ്മൾ ഈ മണികളൊക്കെ റിസീവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല, കമ്പനി നേരിട്ടിട്ടാണ് അത് വാങ്ങിയെന്ന് വെച്ചാൽ അതും എന്തായിട്ട് മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. The statement in lieu of prospectus was not filed with the registrar under private placement. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പബ്ലിക് ഇഷ്യൂലാണ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത്. നമ്മൾ 3 രീതിയിൽ നമുക്ക് നടത്താം. ഷെയർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ നമുക്ക് 3 രീതിയിൽ നടത്താമെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ്, അതായത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലെ ആൾക്കാർക്ക് മാത്രം ഷെയർ സബ്സ്ക്രിപ്ഷനുള്ള റൈറ്റ് കൊടുക്കുക. പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ജനറൽ പബ്ലിക്കിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഹൗസിന് അതിൻ്റെ വർക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പബ്ലിക് ഇഷ്യൂവിൽ മാത്രമാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ നിർബന്ധമുള്ളത്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ ഈ പ്രോസ്പെക്ടസിന് പകരം എന്താ ഇഷ്യൂ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് ഇഷ്യൂ ചെയ്യാൻ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ എന്തായി മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. അതാണ് പറയുന്നത്, എ സ്റ്റേറ്റ്മെന്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് വാസ് നോട്ട് ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ അണ്ടർ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് നമ്മൾ രജിസ്ട്രാർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതെന്തായിട്ട് മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. The application for listing was not granted or condition necessary for issuing were not fulfilled.
അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, 1 or 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫോം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടില്ലെങ്കിലും അതെന്തായിട്ട് മാറും, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറും. നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് വേഗം കഴിഞ്ഞിട്ട് വരും. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം നമ്മളവിടെ കൊടുത്തിരിക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിട്ട് മാറും, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറും. Then minimum of 5% of the nominal value of shares has not been received by way of application money. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ മണി ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ഷെയറിന് ഇത്ര രൂപയാണ് അപ്ലിക്കേഷൻ മണി എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫേസ് വാല്യൂവിന്റെ അറ്റ്ലീസ്റ്റ് 5% ആവണം. അതിനും കുറഞ്ഞാൽ അതെന്തായിട്ട് മാറും, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറും. അതായത് ഇപ്പോൾ നമുക്ക് അത് നിർബന്ധമുള്ള കാര്യമാണ്, നമ്മുടെ കമ്പനിയുടെ ഷെയറിന്റെ ടോട്ടൽ ഫേസ് വാല്യൂവിന്റെ 5% നമ്മൾ എന്ത് ചെയ്യണം, ഇതായിട്ട് മാറ്റണം. ഇത് അപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ 5%, ഫേസ് വാല്യൂവിൻ്റെ 5%-നേക്കാൾ കുറവ് ക്യാഷാണ് നമ്മൾ അപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്തെന്ന് വെച്ചാൽ അതും എന്തായിട്ട് മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ റീസൺസിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് എന്തുണ്ടാവാം, ഇറഗുലർ അലോട്ട്മെന്റ് ആവാം. അപ്പോൾ നമ്മൾ എന്തായി, നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ലോ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ അലോട്ട്മെന്റ് എന്ത് അലോട്ട്മെന്റ് ആയിട്ട് മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് രജിസ്റ്റർ കമ്പനീസിൽ ഫയൽ ചെയ്യാതിരിക്കുക, മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാതിരിക്കുക, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലാണ്ട് നേരിട്ടിട്ട് ക്യാഷ് കളക്ട് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കാതിരിക്കുക, അതുപോലെ അപ്ലിക്കേഷൻ മണി ഫേസ് വാല്യൂവിനേക്കാൾ 5%-നേക്കാൾ കുറവായാൽ, ഈ റീസൺസ് ഒക്കെ ഉണ്ടായാൽ അതെന്തായിട്ട് മാറി, ഇറഗുലർ അലോട്ട്മെന്റ് ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ അതോടുകൂടി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഈ അടുത്തൊരു ടോപ്പിക്കാണ്, ഇതുപോലത്തെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഈ ചാപ്റ്ററിൽ അധികമായിട്ടുള്ളത്. അണ്ടർ റൈറ്റിംഗ് എന്നാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. Because of the poor response on the part of the public, the minimum subscription may not be achieved, which leads to a situation where the entire attempt to issue of shares fails. അതായത് നമ്മൾ പറഞ്ഞു, നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ട് നമുക്ക് എന്ത് കിട്ടിയിരിക്കണം, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം, എന്നാലേ നമുക്ക് ഈ പബ്ലിക് ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1000 ഷെയർസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ വഴി അറ്റ്ലീസ്റ്റ് 1000 ഷെയർസെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഫർദർ സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിപ്പോൾ സപ്പോസ് ഒരു 950 ഷെയർസ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. പിന്നെ വേറെ ഒന്നും നമുക്ക് അപ്ലിക്കേഷനായിട്ട് ഒരു റിക്വസ്റ്റ് പോലെ കിട്ടുന്നില്ല, ഒരു ഓഫർ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അപ്ലിക്കേഷൻ്റെ ഓഫർ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ നമുക്ക് പിന്നെ ആ പബ്ലിക് ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ പബ്ലിക് ഇഷ്യൂ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദി പ്യുവർ റെസ്പോൺസ് ഓൺ ദി പാർട്ട് ഓഫ് ദി പബ്ലിക്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, പബ്ലിക്കിലുള്ള ആരും നമ്മുടെ ഷെയർസ് വാങ്ങാത്തത് കൊണ്ട്. ദ മിനിമം സബ്സ്ക്രിപ്ഷൻ മെ നോട്ട് ബി അച്ചീവ്ഡ്. നമുക്ക് മിനിമം അങ്ങനെ പുവർ റെസ്പോൺസ് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും, മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. which leads to a situation where the entire attempt to issue the shares fail. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇതുവരെ ചെയ്ത പണികളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും പുതുതായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തേണ്ടതായിട്ട് വരും. To prevent such a situation, an underwriting contract may be entered into between the company and an individual or firm or institution. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം 1000 ഷെയർസ് കിട്ടണോട്ട് നമുക്ക് 950 കിട്ടണുള്ളൂ, പിന്നെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു പ്രോസസ്സ് നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും, അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് മേ ബി എൻറ്റേർഡ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് വേണ്ടി ഒരു അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് നമ്മൾ ഉണ്ടാക്കണം. ആ കോൺട്രാക്റ്റിൽ കമ്പനിയും അതുപോലെ ഒരു ഔട്ട്സൈഡ് പാർട്ടിയും, മേ ബി ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ ഫേം, അതാരെങ്കിലും ആയിക്കോട്ടെ, അവരുമായിട്ട് നമ്മുടെ കമ്പനിയും വേറൊരു കമ്പനിയുമായിട്ട് ഒരു അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. This individual firm or institution is known as underwriter. അപ്പോൾ കമ്പനി ആരായിട്ടാണോ ഇതുപോലത്തെ ഒരു അണ്ടർറൈറ്റിംഗ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്, ആളെ വിളിക്കുന്ന പേരാണ് underwriter. This individual firm or institution is known as underwriter.
എ കോപ്പി ഓഫ് ദി കോൺട്രാക്ട് ഓൺ അണ്ടർറൈറ്റിംഗ് ഷുഡ് ബി ഗിവൺ ടു ദ രജിസ്ട്രാർ എലോങ് വിത്ത് ദി പ്രോസ്പെക്ടസ്. അങ്ങനെ നമ്മൾ നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ അണ്ടർറൈറ്റിംഗ് ചെയ്യണമെന്ന്, കമ്പനിക്ക് സേഫ് ആയിട്ടിരിക്കാനാണ്. അപ്പം അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അണ്ടർറൈറ്റിംഗ് കോൺട്രാക്റ്റിന്റെ ഒരു അഗ്രിമെന്റ് നമ്മൾ പ്രോസ്പെക്ടസ് സബ്മിറ്റ് ചെയ്യണമല്ലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ, അതിന്റെ കൂടെ ഈ അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്യാരണ്ടി ബൈ ആൻ ഓർഗനൈസേഷൻ for the sale of certain minimum amount of shares or debentures issued by a public limited company. It is an act of guarantee by an organization. നമ്മൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ, നേരത്തെ പറഞ്ഞോണം, ഒരു ഔട്ട്സൈഡിലുള്ള ഒരു ഫേമോ ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുള്ള ഒരു ഗ്യാരണ്ടി തരാണ്. അവർ വിളിക്കുന്ന പേര് എന്താണ് നമ്മൾ പഠിച്ച അണ്ടർറൈറ്റർ എന്നാണ് അവരെ വിളിക്കുക. അവർ ഒരു ഗ്യാരണ്ടി തരാണ് ഫോർ ദി സെയിൽ ഓഫ് സെർട്ടൈൻ മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് ഷെയർസോ ഡിബഞ്ചേഴ്സോ അവർ വിറ്റ് തരും എന്നൊരു ഗ്യാരണ്ടി അവർ തരുന്നു. ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസോ ഡിബഞ്ചേഴ്സോ നമ്മൾ ഇഷ്യൂ ചെയ്തതിന്റെ മിനിമം ഇത്ര എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എങ്കിലും അവർ വിറ്റ് തരും എന്നൊരു ഗ്യാരണ്ടി തരാണ് ആരെ? അണ്ടർറൈറ്റർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി. അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്യാരണ്ടി ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ ദി സെയിൽ ഓഫ് സെർട്ടൈൻ മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മീനിങ് ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ വേറൊരു മീനിങ് ഉണ്ട്. Next, according to Companies Act, when a person agrees to take up the shares specified in the underwriting agreement, when the public or others have failed to subscribe for them, it is called underwriting agreement. ഇതാണ് Companies Act പ്രകാരം അണ്ടർറൈറ്റിംഗിന്റെ ഡെഫിനിഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. When a person agrees to take the shares specified in the underwriting agreement, ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള ഷെയർസ്, ആള് അഗ്രി ചെയ്തിട്ടുള്ള ഷെയർസ് ടേക്കപ്പ് ചെയ്യാനായിട്ട് അഗ്രി ചെയ്തു. എപ്പോ? when the public or others have failed to subscribe for them. അവരുടെ ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ അണ്ടർടേക്കൺ ചെയ്യാമെന്ന് ഒരു അഗ്രിമെന്റ് തരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റ്. when a person agrees to take up shares specified in the underwriting agreement, when the public or others have failed to subscribe for them. നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെടുത്തുകൊള്ളാം എന്നൊരു അഗ്രിമെന്റ് തരാണ്. അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റ്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ്. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ആര് സബ്സ്ക്രൈബ് ചെയ്തോളും? അണ്ടർറൈറ്റർ സബ്സ്ക്രൈബ് ചെയ്തോളും. നമുക്ക് ആവശ്യമായിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. നമുക്ക് പബ്ലിക് ഇഷ്യൂ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. നമുക്ക് അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. Okay. When the public failed to subscribe the shares, the underwriter subscribed the shares up to the limit agreed by them. ആള് അഗ്രി ചെയ്തത് വരെ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോളാം, അത് മിക്കതും മിനിമം സബ്സ്ക്രിപ്ഷൻ തന്നെയാവും. അപ്പം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1000 ഷെയർസ് ആണ്. പബ്ലിക് 950 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പം അണ്ടർറൈറ്റർ എത്ര ഷെയർസ് എടുക്കും? 50 ഷെയർസ് എടുക്കും. കാരണം എഗ്രിമെന്റിൽ എങ്ങനെയാണ്? 1000 എന്തെങ്കിലും കുറവ് വരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഒട്ടുമിക്ക കേസസിലും അങ്ങനെ തന്നെയായിരിക്കും. 1000 ആണ് നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷന്. അതിൽ എന്തെങ്കിലും കുറവ് വരാണെങ്കിൽ ബാക്കി കുറവ് വന്നത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാണ് അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റിൽ നമ്മൾ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് 50 കുറവായിരുന്നു നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷന് ഫുൾഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ആൾ എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും? 50 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് പറയുന്നത്. when the public failed to subscribe the shares, the underwriter subscribed the shares up to the limit agreed by them. Later on, when the market improved, he may offload the shares by selling them to the public. അപ്പോൾ ഇപ്പോൾ ഒരു ഡിമാൻഡ് ഇല്ലാന്നുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനീസ് നമ്മുടെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് നമ്മുടെ കമ്പനിക്ക് ഷെയർസിന് ഡിമാൻഡ് വരാണെങ്കിൽ ഈ അണ്ടർറൈറ്റർക്ക് അപ്പോൾ ഇത് വിൽക്കാം. ഓക്കെ, ഇപ്പോൾ വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, പബ്ലിക്കിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അധികം പബ്ലിക് ഇഷ്യൂ വന്നില്ല. അതുകൊണ്ട് ഈ 50 ഷെയർസ് ആര് മേടിച്ചു? അണ്ടർറൈറ്റർ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കമ്പനി ലാഭമൊക്കെ ഉണ്ടാക്കി കണ്ടപ്പോൾ കമ്പനിയുടെ ഷെയർസിന്റെ ഡിമാൻഡ് വരാണെങ്കിൽ ഈ അണ്ടർറൈറ്റർക്ക് ഈ 50 ഷെയർസ് വിൽക്കാനായിട്ട് പറ്റും. ഫോർ ദിസ് ദ അണ്ടർറൈറ്റർ ഈസ് ഗിവൺ എ കമ്മീഷൻ. ഇങ്ങനെ ഒരു അണ്ടർറൈറ്റിംഗ് അഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആൾക്ക് എന്ത് കിട്ടും? അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കിട്ടും. The payment of commission should be permitted by the articles of association. അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ എന്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം? നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം.
അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ പേയ്മെന്റ് ചെയ്യണം എന്ന കാര്യം കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദ റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് ദ 5% ഓഫ് ദി ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ്. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന കമ്മീഷന്റെ റേറ്റ് നമ്മുടെ ഇഷ്യൂ പ്രൈസിനേക്കാൾ 5%നേക്കാൾ കൂടാനായിട്ട് പാടില്ല. അത് ആർട്ടിക്കിൾസിൽ പറയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്യൂ പ്രൈസിന്റെ 5% കൂടാനായിട്ട് പാടില്ല നമ്മൾ കൊടുക്കുന്ന അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും അണ്ടർറൈറ്റിംഗ് കമ്മീഷന്റെ മീനിങ് ആയിട്ട് അണ്ടർറൈറ്റിംഗിന്റെ മീനിങ് ആയിട്ട് പഠിക്കാനുള്ളത്. അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആരെടുത്തുകൊള്ളാമെന്ന് പറയും? ഈ അണ്ടർറൈറ്റർ എടുത്തുകൊള്ളാമെന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഡിമാൻഡ് വന്നാൽ ഇയാൾക്കത് വിറ്റ് പബ്ലിക്കിനത് വിറ്റ് അയാൾക്ക് ഇപ്പോൾ ഷെയർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല. ഇങ്ങനെ ഒരു ബിസിനസ്സാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് അണ്ടർറൈറ്റർ ആണ് ആളുടെ ബിസിനസ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഡിമാൻഡ് കൂടുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വിറ്റിട്ട് അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സർവീസിന് ഒരു കമ്മീഷൻ കിട്ടും. കമ്മീഷൻ കൊടുക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ ഇഷ്യൂ പ്രൈസിന്റെ 5%നേക്കാൾ കൂടാനും പാടില്ല ഈ അണ്ടർറൈറ്റർക്ക് കൊടുക്കുന്ന കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബ്രോക്കറേജ്. ഇപ്പം നമ്മൾ പഠിച്ചത് അണ്ടർറൈറ്റിംഗ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രോക്കറേജ് ആണ്. ബ്രോക്കർ ഈസ് എ പേഴ്സൺ കണക്ടിങ് എ പർച്ചേസർ ആൻഡ് സെല്ലർ. നമുക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബ്രോക്കറേജ്, ബ്രോക്കർ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ബയ്യറെയും സെല്ലറെയും കണക്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ വിളിക്കുന്ന പേരാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് സബ്സ്ക്രൈബിംഗ് ഷെയർസ് ടു ദ പബ്ലിക് ദ കമ്പനി അപ്പോയിന്റ്സ് ബ്രോക്കേഴ്സ്. അപ്പോൾ ഈ ഷെയർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, ബയ്യിങ്ങും സെല്ലിങ്ങും തന്നെയാണ്. കമ്പനിയുടെ ഷെയർസ് വിൽക്കണു, അത് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നു. അവിടെ നടക്കുന്നത് എന്ത് ബയ്യിങ്ങും സെല്ലിങ്ങും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ആരെ അപ്പോയിന്റ് ചെയ്യും? ഒരു ബ്രോക്കറെ അപ്പോയിന്റ് ചെയ്യും. ബ്രോക്കറേജ് ഈസ് ദ റിവാർഡ് ഫോർ ദി വർക്ക്. നമ്മുടെ ബ്രോക്കർ ചെയ്യുന്ന ഈ വർക്കിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ മിഡിൽമാൻ ഹു ബ്രിങ്സ് അബൌട്ട് ദി ബാർഗെയിൻ ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ പർച്ചേസർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഒരു ഷെയറിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ബയറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മിഡിൽ മാന് കൊടുക്കുന്ന റിവാർഡിനെ വിളിക്കുന്ന പേരാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ബ്രോക്കറേജ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ മിഡിൽ മാൻ ഹു ബ്രിങ്സ് അബൌട്ട് എ ബാർഗെയിൻ ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് പർച്ചേസർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ. ഒരു കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സിലും ബയ്യിങ്ങിലും സെല്ലിങ്ങിലും ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും. ആൾക്ക് കൊടുക്കുന്ന റിവാർഡിനെ വിളിക്കുന്ന പേരാണ് ബ്രോക്കറേജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അത് ഡിഫറെൻ്റ് ആണ്. അണ്ടർറൈറ്റിംഗ് കമ്മീഷനും ബ്രോക്കറേജും രണ്ടാണ്. Underwriters are liable for the under subscription of shares, but there is no such liability for brokers. അതായത് അണ്ടർറൈറ്റർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ബൈ ചാൻസ് നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ വന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് പർച്ചേസ് ചെയ്യണം നിർബന്ധമുണ്ട്. ഏതിൽ? അണ്ടർറൈറ്റിംഗിൽ. പക്ഷെ ബ്രോക്കറേജിൽ അങ്ങനെയൊന്നുമില്ല. ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ബയ്യറും സെല്ലറും ഒന്ന് കണക്ട് ചെയ്താൽ മതി. അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളത് എടുക്കണം എന്ന റെസ്പോൺസിബിലിറ്റി ആർക്ക് വരുന്നില്ല? ഈ ബ്രോക്കർക്ക് വരുന്നില്ല. പക്ഷെ അണ്ടർറൈറ്റർക്ക് അത് നിർബന്ധമാണ്. നമ്മൾ എഗ്രിമെന്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ആ എമൗണ്ട് ആ നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്തിരിക്കണം. അതുപോലത്തെ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? ബ്രോക്കർക്ക് വരുന്നില്ല. ആൾക്ക് ഈ ബയ്യറും സെല്ലറും ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർ വാങ്ങിക്കോട്ടെ. പക്ഷെ കമ്പനിക്ക് ആവശ്യത്തിനുള്ള ഷെയർസ് കിട്ടിയില്ലെങ്കിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ആർക്ക് വരുന്നില്ല? ബ്രോക്കർക്ക് വരുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. അപ്പോൾ സെല്ലറും ബയ്യറും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറെ വിളിക്കുന്ന പേരാണ് ബ്രോക്കർ എന്ന് വിളിക്കുന്നത്. ആൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് ബ്രോക്കറേജ് എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ ഷെയർസ് ഫുള്ളും സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടില്ലെങ്കിലും ബ്രോക്കർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ആളത് വാങ്ങേണ്ട ഉത്തരവാദിത്തം ആൾക്ക് വരുന്നില്ല. ഓക്കെ, താങ്ക് യു.